കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏപ്രിൽ 19, 2026 എന്ന ദിനത്തിൽ ഹൗസ് ചർച്ചായിട്ട് നമുക്ക് കൂടി വരുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 2026 ഈ 4-ാം മാസത്തിലും ഒരു സഭായും കൂടി ഞങ്ങൾക്ക് കൂടുവാൻ കർത്താവ് ഭാഗ്യം നൽകിയതോർത്ത് സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിൽ ഞാനുണ്ടെന്നുള്ള വചനപ്രകാരം കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് സ്തോത്രം. ഇതിങ്ങനെ കൂടെ പറയുന്നതിൻ്റെ കാരണം 2-3 പേർ പോരാ. ചിലർക്ക് 100 വേണം, 500 വേണം, 1000 വേണം, 2000 വേണം, 3000 വേണം, 4000 വേണം, 5000 വേണം, അങ്ങനെ പോകുന്നു കണക്കുകൾ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചുകൾ കൊയ്ത്ത് നടത്തുക. കൊയ്ത്ത് ദൈവരാജ്യത്തിലേക്കുള്ള കൊയ്ത്തല്ല, ഭൗതികമായ കൊയ്ത്ത്. ധനസമ്പാദനത്തിന് വേണ്ടി ആളെ കൂട്ടി ഭൗതികം വാരിക്കോരിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ ക്രൈസ്തവ ഗോളം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി എന്ന് പറയുന്നതിൽ വളരെ വേദനയുണ്ട്. ഞങ്ങളൊക്കെ ദൈവവചനം പ്രസംഗിക്കുന്നത് പൗലോസ് പറഞ്ഞ പോലെ ഏത് മനുഷ്യനെയും ക്രിസ്തു തികഞ്ഞവനാക്കി നിർത്തേണ്ടത്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെ സർവ്വജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ്റെ ദൗത്യം. അതിന്ന് കാണുന്നില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള കൺസെപ്റ്റ് വിട്ടിട്ട് അവരുടെ കീശ വീർപ്പിക്കാൻ, അവരുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാൻ, സുഖലോലുപന്മാരായി ജീവിച്ച് അത് ദൈവാനുഗ്രഹമാണെന്ന് പ്രസംഗിച്ച് ജനത്തെ വഴിതെറ്റിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കുമിളുപോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വാത്സല്യ ദൈവമക്കളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഞാൻ എപ്പോഴും പറയുന്ന പദങ്ങളാണ്. ഇത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നിത്യത നഷ്ടമാകും, ഉറപ്പാണ്. കർത്താവായ ക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തികൊത്ത ഉപദേശവും കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് ദൈവത്തിൻ്റെ ഹിതം. അതൊന്നും നടക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞങ്ങ് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് കയറുകയാണ്. ഇന്ന് രാവിലെ എനിക്കൊരു ബാഡ് ന്യൂസ് കേൾക്കാനിടയായത്, നിങ്ങൾ മുമ്പ് താമസിച്ച സ്ഥലത്ത്, ഇവിടെ നിന്നൊരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു മതിലേ ഉള്ളൂ. അവിടെയുള്ള ഒരു പ്രസാദ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ്റെ, ഹിന്ദു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ ഇളയ മകള്, നല്ല മിടുക്കി കുട്ടികൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് കേൾക്കാനിടയായി. വാസ്തവത്തിൽ ഞങ്ങളൊരു കുടുംബം പോലെയൊക്കെ ജീവിച്ചവരാ. തൊട്ടടുത്തല്ല, എപ്പോഴും കാണും, എപ്പോഴും സംസാരിക്കുകയൊക്കെ. പക്ഷെ അന്നൊരു കൊച്ചുകുട്ടിയായിരുന്നു അത്. ഇന്നിപ്പോൾ അതിനൊരു 10, 16, 17, 18 വയസ്സ് വരുമെന്ന് തോന്നുന്നു. പ്രായപൂർത്തിയായ ഒരു കൊച്ചായിരുന്നു. നല്ല മിടുക്കിയ ഒരു കൊച്ചാണ്, ഉള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ്. അപ്രതീക്ഷിതമായിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ചിന്ത എന്നെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുകയും എന്താ പറയുക, എൻ്റെ മാനസികമായി എന്നെ തകർക്കുകയും ചെയ്ത ഒരു ചിന്തയാണ്. മരണം എന്നുള്ളതല്ല വിഷയം. ഇബ്രാഹിലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിട്ടുണ്ട്. ഏത് ജാതിയിൽപ്പെട്ടവനും, ഏത് ഗോത്രത്തിൽപ്പെട്ടവനും, ഏത് ഭാഷയിൽപ്പെട്ടവനും, ഏത് വംശത്തിൽപ്പെട്ടവനും, ഏത് രാജ്യക്കാരനും, ഭൂപ്പരപ്പിലുള്ള ഏതൊരു മനുഷ്യനും മരണം ദൈവം നിയമിച്ചിരിക്കുക. അതിന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ദൈവം നിയമിച്ചു വച്ചിരിക്കുക. മരിച്ച ഡെഡ് ബോഡികളെ, മമ്മികളെ ഉയർപ്പിക്കും എന്ന് 2030-40 കാലഘട്ടങ്ങളിൽ ഉയർപ്പിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ശാസ്ത്രലോകം. അതെന്തോ ആകട്ടെ, കൊത്തി മുറത്തി കയറുന്ന
മുറത്തിൽ കയറി കൊത്തുന്ന കോഴിയെ അത് കൊന്നു തിന്നുന്നൊരു രീതി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മുറത്തിൽ കയറി കൊത്തിയാൽ ആ കോഴി എന്ത് ചെയ്യും? പതിവായിട്ട് അത് ചെയ്യുമ്പോൾ ആ പ്രസ്താവന ഇറക്കുമ്പോൾ കൊന്നുകളെ തന്നെ. ദൈവത്തിൻ്റെ പരമാധികാരത്തെ മനുഷ്യൻ ചോദ്യം ചെയ്യുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം ന്യായമായ ശിക്ഷ കൊണ്ട് അവർക്ക് മറുപടി തരും എന്ന് തന്നെയാണ്, കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിഷയം പോട്ടെ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണം എന്നെ വളരെ വേദനിപ്പിച്ചു. മരണം ഒരിക്കലുണ്ട്. മരണാനന്തര ജീവിതം, ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഒരു ചിന്ത ഇന്ന് മനുഷ്യനിലില്ല. നിരീശ്വരവാദികളും രാഷ്ട്രീയക്കാരും ഇതര മതക്കാരും ഒക്കെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഈ ഭൂമിയിൽ അങ്ങനെ ഒരു ചിന്ത മനുഷ്യർക്കില്ല. എന്തിനേറെ പെന്തക്കോസ്തുകാർക്ക് പോലും ഇല്ലാതെ. പെന്തക്കോസ്തുകാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തോട് പോകുമെന്ന് അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാഹളം ധനിക്കുമ്പോൾ ഒരുത്തന്നേറ്റ് വരും. ഒരു പെന്തക്കോസ്തുകാരനായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 2 അന്യഭാഷ പറഞ്ഞാൽ പിന്നെ അവൻ നിത്യജീവൻ അവകാശിയായെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനത് വിശ്വസിക്കുന്നേയില്ല. അത് വചനത്തിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളാണ്. അതിൽ അന്തർലീനമായിരിക്കുന്ന സത്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പഠിക്കുമ്പോഴാണ് യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയും നമ്മൾ ഞടുങ്ങിപ്പോവുകയും ചെയ്യുന്നത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഏത് മനുഷ്യനും മരണമുണ്ട്. അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. അവൻ ചെയ്ത പ്രവൃത്തികളെ കാണിച്ചിട്ട് അവനെ നിത്യമായ നരകാഗ്നിയിലേക്ക് സാത്താനവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നൊരു സുദിനമുണ്ട്. നമ്മൾ ആരും അത് മറന്നു പോകരുത്. ഉയർത്തെഴുന്നേറ്റ് വരാനോ രൂപാന്തരം പ്രാപിക്കാനോ അനുയോജ്യമായൊരു ക്രിസ്ത്യ ജീവിതം നമ്മൾ നയിച്ചാലേ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഒന്നുകൂടി പറയാം, ഉയർത്തെഴുന്നേറ്റ് വരുവാനോ രൂപാന്തരം പ്രാപിക്കാനോ അനുയോജ്യമായൊരു ക്രിസ്ത്യ ജീവിതം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എന്നുള്ള വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. സാധാരണ പെന്തക്കോസ്തുകാർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരണാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വാക്യങ്ങൾ എടുത്ത് വായിച്ച് മരം ചാഞ്ഞു വരുന്ന പോലെ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരുണ്ട്. ഞാൻ ആ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എത്ര മനോഹരമാണെന്നറിയാമോ അതൊക്കെ. എൻ്റെ വാദം, ആ വ്യക്തി മരിക്കുന്നതിന് മുൻപ് ഈ വിഷയം അവനെ പഠിപ്പിക്കണമെന്നാണ് ഞാൻ വാദിക്കുന്നില്ല, വേറെ ഒന്നുമല്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മരിക്കു പോകുന്നതിന് മുൻപ് അവനെ ബോധവൽക്കരിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം നന്നായിട്ട് വായിച്ച് പഠിപ്പിക്കണം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ഉണ്ടെന്നുള്ളതിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടൊന്ന് പുതപ്പിച്ച് കിടത്തിയിട്ട് പെട്ടിയിലിട്ടിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചാലൊന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. അതൊക്കെ അബദ്ധമാണ്. മനസ്സിലാക്കുക വാത്സല്യ ദൈവമക്കളെ. ഞാൻ വേദനിക്കുന്നൊരു വിഷയമെന്ന് ചോദിച്ചാൽ എന്തെന്ന് ചോദിച്ചാൽ, ഈ എൻ്റെ സഹോദരൻ്റെ കുഞ്ഞ് മരിച്ചു, എങ്ങോട്ട് പോകും? ഓരോരുത്തർ ഒരു സെക്കൻഡിൽ 6 പേര് മരിക്കുന്നു. ഒരു മണിക്കൂറിൽ, ഒരു മിനിറ്റിൽ, ഒരു മണിക്കൂറിൽ, ഒരു ദിവസത്തിൽ, ഒരു മാസത്തിൽ, ഒരു വർഷത്തിൽ കോടിക്കണക്കിന് ജനം ഭൂമിയിൽ നിന്ന് മരണമായി മാറ്റപ്പെടുന്നു. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇത്? ഒരു ദിവസം പുലരുമ്പോൾ കണ്ണ് തുറന്ന് കൈകൊണ്ട് കണ്ണ് തിരുമ്മി എഴുന്നേൽക്കുന്നത് തന്നെ ദൈവകൃപയാണെന്ന് നമ്മൾ ചിന്തിച്ചോളണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് ഇത് പറയുന്നത്? സീരിയസ് ആയിട്ടൊരു വിഷയമായതുകൊണ്ടാണ്. നിങ്ങളുടെ ഇന്നത്തെ വേദഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ. ആമീൻ, ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമീൻ, ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുവാൻ
ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. അടുത്ത 28-29 യോഹന്നാൻ 5:28-29 ശ്രദ്ധിച്ച് കേൾക്കണേ. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഒന്നുകൂടി വായിക്കാം. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. നാഴിക വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പെന്തക്കോ സമൂഹമേ, നമ്മൾ ആ അവസ്ഥയിലായിരിക്കുന്നുവോ? മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പാട്ടുപാടി സ്വർഗത്തിലേക്ക് അയക്കുന്ന ഒരു പ്രവണത കണ്ടുകൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ആളെയെല്ലാം കൂട്ടി വരുത്തി സെല്ല് റെഡിയാക്കി, അല്ലെങ്കിൽ കുഴിമാടം വെട്ടി മനോഹരമായ പെട്ടിയൊക്കെ മേടിച്ചു. അച്ചായന് കാശുള്ളതാണെങ്കിൽ ഒരു വില കൂടിയ പെട്ടി, ഏറ്റവും കുറഞ്ഞ പെട്ടി വേണം നമ്മൾ വാങ്ങി അതിലടക്കാൻ. വില കൂടിയ പെട്ടിയൊന്നും ആരും വാങ്ങരുത്, പാപമാണത്. 20,000 പെട്ടി വാങ്ങാൻ നമുക്ക് കഴിയും, 25,000 വാങ്ങാൻ കഴിയും, 1,00,000 വാങ്ങാൻ കഴിയും. അപ്പോൾ തന്നെ 5,000 വാങ്ങാൻ കഴിയും. കുറഞ്ഞത് 25,000 കൊടുക്കണമല്ലോ. അത് മതി. ഒരു 10 മിനിറ്റത്തെ പണിക്ക് വേണ്ടിയല്ലേ അത് മതിയെന്നേ. ബാക്കി കാശ് പാവങ്ങൾക്ക് കൊടുക്കേ. വിശക്കുന്നവന് അപ്പം മേടിക്കാൻ കൊടുക്ക്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം വാങ്ങാൻ കൊടുക്ക്. നമുക്കതൊക്കെ ചെയ്യാൻ വലിയ മടിയാണ്. ദൈവം നമ്മെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുകയല്ലേ. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഒത്തിരി സമ്പത്തും ഒത്തിരി റബ്ബർ തോട്ടങ്ങളും ഒത്തിരി ഭൗതിക നന്മകളും തന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും ഭൗതിക സമ്പത്തിൽ അഹങ്കരിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ കേട്ടുകൊള്ളൂ. ധനനിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് കൊണ്ട് ഹൃദയത്തിന് ഗർവുണ്ടാകാം. ഇത് മൂന്നും പെന്തക്കോസ്തുകാർ സൂക്ഷിച്ച് പഠിച്ച് ജീവിച്ചോളും. എനിക്കതേ പറയാനുള്ളൂ. നമുക്ക് കുറേ കാശ് കിട്ടിക്കഴിയുമ്പോൾ, നമുക്ക് കുറേ വിദേശ നന്മകളോ ഡോളറോ യൂറോയോ റിയാലോ പൗണ്ടോ ഒക്കെ കൈ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചെന്ന്. തെറ്റിപ്പോയി, തെറ്റിപ്പോയി, തെറ്റിപ്പോയി. അനുഗ്രഹം അതല്ലെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എഫേസ്യ ലേഖനം 1:3 വാക്യം ഇപ്പോൾ ഇവിടെ വായിക്കും. എഫേസ്യർ 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്, അനുഗ്രഹിച്ചു കഴിഞ്ഞു. അത് ആത്മീകമാണ്, ഭൗതികം അല്ലവേ അല്ല. മെറ്റീരിയൽ ബ്ലെസ്സിങ് അല്ല, ദൈവാനുഗ്രഹം. അങ്ങനെയെങ്കിൽ ഈ ഭീകരന്മാരെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങളിൽ കോടിക്കണക്കിന് പണമുണ്ടാക്കി മറ്റുള്ളവരെ കൊന്നു പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ ഭീകരവാദികൾ, മുസ്ലിങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുസ്ലിങ്ങൾ നല്ല മനുഷ്യരാണ്, നമ്മൾ അവരെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാത പിന്തുടരുന്നവർ നല്ല മനുഷ്യരാണ്, എനിക്കറിയാം. അതുകൊണ്ട് പറയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. അവരിലൊരു ഭീകരവാദികളുണ്ട്. അവരിൽ വലിയൊരു ഗ്രൂപ്പ്, പല പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഭീകരവാദം നടത്തുന്നവരുണ്ട്. അത് സാത്താൻ അവരെ തെറ്റിച്ച് കളഞ്ഞിരിക്കുക. സാത്താൻ്റെ വൈറസ് അവരുടെ പുസ്തകങ്ങളിലൂടെ കയറിയിട്ടാണ് അവർ ആ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥമായി ഖുർആൻ പഠിപ്പിക്കുന്നത് ഞാൻ വായിച്ചിട്ടില്ല, പറയുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ചിലർ പറയുന്ന അതിൽ തന്നെ ഉണ്ട് ഇസ്ലാം അല്ലാത്തവനെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന്. എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല, പറഞ്ഞു കേട്ടുള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷെ ഒന്നെനിക്കറിയാം, നല്ല മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ മനുഷ്യ സ്നേഹികളാണ്, അവർ നല്ലവരാണ്, പരോപകാരം ചെയ്യുന്നവരാണ്, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്തവരാണ്. എന്നാൽ അവരുടെ ഇടയിൽ ഭീകരമായ ഗ്രൂപ്പുകളുണ്ട്.
ബിലിലീസ് രാഷ്ട്രങ്ങൾ 56, 57 രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും അവരുടെ പണമുള്ളവരാണ്. അവരുടെയൊക്കെ പണം കൊണ്ടാണ് കേരളക്കര വരെ നന്നായതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ലോകത്തിൽ അത് ശരിയാണ്. വിദേശ പണം കൊണ്ട് നന്നായവരാണ് കേരളക്കരയിലെയും അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. എന്നാൽ ചില രാഷ്ട്രങ്ങൾ അവർക്ക് കിട്ടുന്ന ധനം മറ്റുള്ളവരെ കൊന്നുപിടിക്കാനും മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് ബോംബ് ചെയ്യാനും അവർ സ്വരൂപിച്ച് ഭീകര കാര്യങ്ങളിൽ ഇടപെടുന്നു. അവരോടാണ് നമുക്കെതിരെ. ഞാൻ ആ വിഷയം അങ്ങ് വിടുക. അപ്പോൾ അനുഗ്രഹം എന്നുള്ളത് ദൈവാനുഗ്രഹമാണ്, അത് ആത്മീകമാണ്, അത് സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണെന്ന് ഇനിയെങ്കിലും ദൈവമക്കളായ പെന്തക്കോസ്തുകാർ ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശ്വാസത്തിൽ സമ്പന്നത, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, ദൈവകൃപയുടെ സമ്പന്നത, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, സന്തോഷ സമൃദ്ധി, പ്രത്യാശയുടെ സമൃദ്ധി, അങ്ങനെയാണ് ആത്മീയ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി. കറതീർന്ന വിശ്വാസമുള്ളൊരു വ്യക്തി വിശ്വാസത്തിൽ സമ്പന്നനാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും നാമമാത്രമായ വിശ്വാസമുണ്ടെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല. വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ ദുരുപദേശത്തിൽ കിടന്ന് മുങ്ങിക്കൊളിക്കുന്നവർ എന്നെ അനുഗ്രഹിക്കപ്പെട്ടെന്നാ പറയണേ. സമ്പത്ത് ദൈവാനുഗ്രഹത്തിനൊരു മാനദണ്ഡമല്ല. പഴയ നിയമത്തിൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. മോശയിക പ്രമാണത്തിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് നേരെ തിരിഞ്ഞു. അത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. പുതിയ നിയമം വിഭാവന ചെയ്യുന്ന അനുഗ്രഹം ആത്മീക അനുഗ്രഹമാണ്. അത് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിച്ചെടുക്കുകയാണ്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുകയാണ്, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരുവാൻ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ആ ആത്മീകമായ അനുഭവം പ്രാപിച്ചെടുക്കുന്നതാണ് ആ അനുഗ്രഹം. അതൊക്കെ എത്രയോ പെന്തക്കോസ്തുകാരത് മറന്നാണ് ഇന്ന് ജീവിക്കുന്നത്. അത് ചക്രം കിട്ടി കഴിയുമ്പോൾ അവർ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. തെറ്റിപ്പോയി കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഏത് മഹാന്മാരാണെങ്കിലും ഞാൻ പറയുക, നിങ്ങൾ തെറ്റിപ്പോയി. ദൈവസന്നി താണിരിക്കെ. അമിതമായ സമ്പത്തുകൾ പാവം പിടിച്ച ദരിദ്രർക്ക് പങ്കുവെച്ചു കൊടുക്കേ. ദൈവസന്നി കിടന്ന് കരഞ്ഞ് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഓരോന്നും പ്രാപിച്ചെടുക്കുക, ദൈവകൃപ പ്രാപിച്ചെടുക്കുക. ധനാഢ്യനായ പൗലൂസ്, കോടീശ്വരനായ പൗലൂസ്, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പൗലൂസിനെ പോലെ ഒരു ധനാഢ്യനെ കാണാൻ കഴിയത്തില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ലാഭമായതൊക്കെ എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി. ആ ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വായിച്ച് അത് കേൾക്കുന്നതാണ് എത്ര മനോഹരം. ഫിലിപ്പിയ ലേഖനം എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ ഞാനങ്ങ് വായിക്കാം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായനിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ ശേഷ നിമിത്തം ഞാൻ ഇപ്പോഴെല്ലാം ഛേദമെന്നെണ്ണുന്നു. എന്നിട്ടോ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധനെയും മരിച്ച വെളിയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം. മരിച്ച് ചവപ്പെട്ടിയുടെ ഉള്ളിൽ കിടക്കുകയല്ല, കാഹളം ധ്വനിക്കുമ്പോൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്ന് വെച്ച് സകലതും ചപ്പെന്നും ചവറൊന്നും എണ്ണുന്നുവെന്ന് പൗലൂസ് അപ്പോസ്തലനിലൂടെ പറഞ്ഞു വെച്ചിരിക്കുക. ഈ പ്രസ്താവന പെന്തക്കോസ്തുകാരൊന്ന് പഠിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ധനത്തിൻ്റെ പിറകെ നമ്മൾ ഓടത്തില്ല, സ്ഥാനമാനങ്ങളുടെ പിറകെ ഓടത്തില്ല, കസേരയുടെ പിറകെ ഓടത്തില്ല. ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് പണം മതി, കസേര മതി, സ്ഥാനമാനങ്ങൾ മതി. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ ദർശനം ഉള്ളിൽ വരാത്തതുകൊണ്ടാണ്. എവരൊന്നും വീണ്ടും ജനനം പ്രാപിച്ചോ എന്ന് പോലും ഞാൻ സംശയിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചതായിരിക്കാം, ആ രക്ഷ അവർ നഷ്ടപ്പെടുത്തി.
വെളിപ്പാട് പുസ്തകം തരുന്ന പഠനം അതാണല്ലോ. ലഘൂദിക്കുക. ആത്മീയ കുരുടൻ, ആത്മീയ ദരിദ്രൻ, ആത്മീയ നഗ്നൻ രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നഷ്ടപ്പെടുത്തി, പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിലുള്ള ജീവിതം നഷ്ടപ്പെടുത്തി കുരുടനായി. രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നഷ്ടപ്പെടുത്തിയപ്പോൾ, രക്ഷ നഷ്ടപ്പെടുത്തിയപ്പോൾ ദരിദ്രനായി. ദൈവസഭയുടെ സമ്പത്ത് പത്യോവചനം, പത്യോപദേശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേദനയോടെ പറയുക, മരണാനന്തര ജീവിതം നിത്യതയിലായിരിക്കുമെന്നുള്ള ഉറപ്പ് നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചെടുക്കണം. അതിനാണ് ഈ സന്ദേശം ഞാൻ വേദനയോടെ നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ ആ മകൾ മരിച്ചപ്പോൾ, എൻ്റെ മകൾ മരിച്ചതുപോലെ ഒരു ദുഃഖം എനിക്ക് തോന്നുകയാണ്, ഫീല്. കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴും തെളിഞ്ഞു വരിക മുഖത്ത്. സ്തോത്രം. ആ പൈതൽ എങ്ങോട്ടാ പോകുന്നത്? അതുപോലെ മരിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും എങ്ങോട്ടാ പോകുന്നത്? ജാതിയും ഭാഷയും ഗോത്രവും വംശവും ഒന്നും നോക്കണ്ട. മരണാനന്തരം എങ്ങോട്ടാ അവരൊക്കെ പോകുന്നത്? നല്ലൊരു ശതമാനം യാതനാ സ്ഥലത്തേക്കല്ലേ? ചേർത്തല ചെത്തിയിൽ ഞങ്ങൾ പോയി പ്രവർത്തിച്ചു. ഒരു വലിയ കൂട്ടം ജനം വിശ്വസിച്ച് മുമ്പോട്ട് വന്നു. നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത്, അന്ന് ഞങ്ങളുടെ ഉപദേഷ്ടാവ് ജീവിച്ചിരിക്കുന്ന കാലമാണ്. നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത്, ഉപദേശം കൊടുത്ത് അവരെ വളർത്തി. ഭക്ഷണം നിന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെയായി. റബ്ബി, നീ ഇപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കൊണ്ട് കണ്ടതുകൊണ്ടല്ല, അപ്പം തന്ന് തൃപ്തരായുള്ളത്ര എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. പിറ്റേ ദിവസം അപ്പം നുറുക്കി കൊടുത്ത് അത് തിന്ന് തൃപ്തരായി. അടുത്ത ദിവസം കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെയും വന്നിരിക്കുക. കർത്താവിനോട് ചോദിക്കുക, റബ്ബി നീ എവിടെ? ഗുരു നീ എവിടെ? അപ്പോൾ കർത്താവ് അവരുടെ ഹൃദയം വായിച്ചറിഞ്ഞ് അവരോട് പറയുക, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായുള്ളത്ര എന്നെ അന്വേഷിക്കുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനികളിൽ നല്ലൊരു ശതമാനവും ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിനെ പിൻപറ്റുന്നവരാ. കൊരിന്ത ഭാഷയിൽ പറഞ്ഞാൽ, ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള ജീവിതം സുരക്ഷിതമാക്കാനും നല്ല ലക്ഷറി ലൈഫ് നയിക്കാനുമാണ് ക്രിസ്ത്യാനികൾ കർത്താവിനെ സേവിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയും അവരുടെ വഴിപാടും അവരുടെ സ്തോത്രവും അവരുടെ എല്ലാവിധ കണ്ടാൽ നമുക്ക് നന്നായിട്ട് അറിയാമത്. പെന്തക്കോസുകാർ പോലും ആ വിധത്തിലേക്ക് അധപ്പതിച്ചു പോയെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അല്ല ദൈവമക്കളെ, നമ്മൾ നിത്യജീവൻ പ്രാപിക്കാനാണ് കർത്താവിനെ പിൻപറ്റേണ്ടത്. അതാ കർത്താവ് ഇവിടെ പറഞ്ഞത്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവൻ നിലനിൽക്കുന്ന ആഹാരത്തിനോട് പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ പുറകെ പോയ ഒരു വലിയ സമൂഹത്തെക്കുറിച്ച് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്ര പുസ്തകത്തിൽ നിന്നും പല ചരിത്രകാരന്മാരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വലിയ സമൂഹം, 100-500 പേരൊക്കെ ഇങ്ങനെ പോവുക. ഈ 500 പേരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത എന്താ? അപ്പം നുറുക്കുമ്പോൾ ഇഷ്ടം പോലെ തിന്നാം. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കാം. പനി ബാധിച്ചവരുണ്ടെങ്കിൽ പനി വിടാനായിട്ട് കർത്താവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. ഏത് രോഗമാണെങ്കിലും പ്രാർത്ഥിച്ചകറ്റാം. ഭൂതകം കയറിയവരാണെങ്കിൽ ഭൂതത്തെ പ്രാർത്ഥിച്ചകറ്റം. ഇങ്ങനെ ഭൗതികമായ മനുഷ്യൻ്റെ തൊലിപ്പുറത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജനം മുഴുവൻ പോയത്. കർത്താവ് ഉപദേശം ഇച്ചിരി കട്ടിയാക്കിയപ്പോൾ എന്ത് പറ്റി? എല്ലാം പോയി. അതിന് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് കഠിന വാക്ക്, ഇതാർക്ക് വേണം സഹിക്കാൻ പറ്റും? എല്ലാവരും പോയി. 12 പേര് ചൊട്ട ഒട്ടിച്ചങ്ങനെ നിൽക്കുക, കൈയൊക്കെ ചൊട്ട പൊട്ടിച്ചുകൊണ്ടങ്ങനെ നിൽക്കുക. അവരോടും യേശുവിൻ്റെ സമീപനമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം. നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ? എന്നിട്ട് ചോദിക്കുക, അവരുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു കുലുക്കുക. നിങ്ങൾക്ക് മനസ്സുണ്ടോ പോകാൻ? പൊക്കോ. ആരും എൻ്റെ പിന്നാലെ വരണ്ട, ഒക്കെ പൊക്കോ. യേശുവിനെ പിടിച്ചപ്പോൾ എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയെന്നല്ലേ സുവിശേഷം പറയുന്നേ? ഒറ്റ ഒരുത്തനുണ്ടായില്ലല്ലോ, എല്ലാം പോയില്ലേ? കൂടെ നടന്ന് അപ്പം തിന്നവനൊക്കെ നീ അവനോട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അറിയുന്നില്ല, നീ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകാൻ തുടങ്ങിയില്ലേ ഏറ്റവും വലിയ അപ്പോസ്തലൻ? പിന്നെ അവർ ലേണിംഗ് പീരീഡിലായതുകൊണ്ട് നമുക്കങ്ങനെ ആ വിഷയം പഠിച്ചെടുക്കാം. അവർ കർത്താവിൻ്റെ കൂടെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വണ്ടി ഓടിക്കുന്നത് വികലമായ നിലയിലായിരിക്കാം. പലപ്പോഴും അങ്ങനെയാണ്. വല്ലവൻ്റെ മണ്ടയിൽ കൊണ്ട് കയറ്റി, പക്ഷേ തൊട്ടടുത്ത് ഗുരു ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ക്ലച്ച് കൊടുക്കേണ്ട സ്ഥലത്ത് ക്ലച്ച് കൊടുത്ത്, ബ്രേക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് ബ്രേക്ക് കൊടുത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് അറിയത്തില്ല. ഒറ്റയ്ക്ക് ഓടിക്കുമ്പോഴറിയാം സംഭവം, ഡ്രൈവിങ്ങിൻ്റെ മഹത്വം എന്താണ്. അതുപോലെ അവരെ ലേണിംഗ് പീരീഡിൽ അവർ പല വികലമായ
ശൈശവമായ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അവർ ആത്മശക്തി പ്രാപിച്ച് കരുത്തന്മാരായി തീർന്നപ്പോൾ അവർ 100% ശരിയാണ് ചെയ്തത്. ഇന്ന് അഭിഷേകം പ്രാപിച്ച് കരുത്തന്മാരായ ശുശ്രൂഷകന്മാരുണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. എറണാകുളം പട്ടണത്തിലുള്ള ഒരു പുതിയല്ല, പഴയ ഉപദേശി ഏറ്റവും വലിയ പുതിയ ദുരുപദേശം പറഞ്ഞു പിടിപ്പിച്ചിരിക്കുക. 10% തന്നുകൊണ്ടിരുന്നാൽ എനിക്ക് പറ്റത്തില്ല, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുറെ കൂടി സൂഹിക്കണം, അതുകൊണ്ട് 20% തൊട്ട് തരണമെന്ന്. ഈ മനുഷ്യൻ്റെ നാവ് എങ്ങനെ പൊങ്ങിയെന്നാണ് ചിന്തിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എവിടെ നിന്ന് ഈ ചിന്ത വന്നു എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലെന്നില്ല, വിചാരി കൊടുത്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ പുറകെ നടക്കുന്ന മൊണ്ണകളായ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവരുടെ പുറകെ പോയാൽ നിങ്ങൾക്ക് നിത്യജീവൻ നഷ്ടമാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം അനുസരിച്ച് ജീവിച്ചോ, അല്ലെങ്കിൽ നരകമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വിഷയവും ഞാനങ്ങ് വിടുക. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് നിത്യജീവൻ പ്രാപിക്കണം, നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തു നിത്യജീവൻ തന്നെ. നമ്മൾ വായിച്ച സുവിശേഷം 5-ാം അധ്യായം യോഹന്നാൻ 5:28-29, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും, അത് ദൈവമക്കളെ കുറിച്ചാണല്ലോ, തിന്മ ചെയ്തവർ ന്യായവിധിക്കായും, അത് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണല്ലോ പറയുന്നത്. പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള നാഴിക വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവാസന്നമായി. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രധാന വിഷയം, ഞാനത് പറയാതെ ആ വചനമെടുത്ത് വായിക്കുന്നതാണ് എനിക്ക് താല്പര്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ഭൂമിയിലുള്ളത് ചിന്തിച്ച് ഭൂമിയിലുള്ളത് അന്വേഷിച്ച് നടക്കുന്നവർക്കല്ല ഇത് പറയുന്നത്, ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. ഹല്ലേലൂയ. അവർക്ക് എന്ത് കിട്ടും? ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ട് ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുന്ന പെന്തക്കോസുകാരെ, ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന പെന്തക്കോസുകാരെ, റിയൽ എസ്റ്റേറ്റിൻ്റെയും പിറകെ ലോട്ടറിയുടെയും പിറകെ നടക്കുന്ന ശുശ്രൂഷകന്മാർ ഇഷ്ടം പോലെയുണ്ട്. കല്യാണ ബ്രോക്കറായിട്ട് നടക്കുന്ന, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് നടക്കുന്ന, ഭൗതികം എങ്ങനെയെങ്കിലും അടിച്ചെടുക്കാമെന്ന് വ്യാമോഹിച്ച് നടക്കുന്നവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിക്കുക, ഉയരത്തുള്ളതിനെ അന്വേഷിക്കുക. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ആ മറഞ്ഞിരിക്കുന്ന ജീവൻ എപ്പോൾ വെളിപ്പെടും? ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, കർത്താവ് വെളിപ്പെടുമ്പോൾ, വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നമ്മളും അവനോടൊപ്പമായിരിക്കും. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നതിൽ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. യേശു ക്രിസ്തുവിന് കിട്ടുന്ന രൂപാന്തര ശരീരം എനിക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. ഈ പഥ്യവചനം, പഥ്യോപദേശം അനുസരിച്ച് ജീവിക്കുന്ന നമുക്കത് കിട്ടും. അതാണ് എൻ്റെ പ്രത്യാശ. ഈ ലോകത്തിലെ യാതൊന്നിലും നമ്മൾ പ്രത്യാശ വെക്കരുത്. നമ്മളെ ഭാര്യമാരിലും നമ്മുടെ മക്കളിലും നമ്മുടെ സ്വന്തക്കാരിലും നമ്മുടെ ബന്ധക്കാരിലും നമ്മുടെ ബാങ്ക് ബാലൻസിലും നമ്മുടെ യാതൊന്നിലും നമ്മൾ പ്രത്യാശ വെക്കരുത്. ആ പ്രത്യാശയ്ക്ക് അസ്തമിക്കപ്പെട്ടു പോകും. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരും. എന്നാൽ കർത്താവിൽ പ്രത്യാശ വെച്ചാൽ അതൊരിക്കലും നമുക്ക് നഷ്ടമാകത്തില്ല. അത് നിത്യജീവനായിട്ട് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും. അതാണ് എൻ്റെ സന്തോഷം. ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവമകൻ്റെ അല്ലെങ്കിൽ ഒരു മകൻ്റെ ജീവിതം ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കമുണ്ട്, ഇടുക്ക വഴിയിലൂടെയാണ് യാത്ര. എന്നാൽ മരണാനന്തരം അവൻ്റെ ജീവിതം
പ്രത്യാശാ നിർഭരമായ ഒരു ജീവിതമായി മാറും. സന്തോഷപൂർണമായ ഒരു ജീവിതമായി മാറും. രൂപാന്തര ശരീരം പ്രാപിച്ച് ക്രിസ്തുവിനോടൊപ്പം ആ മഹാസന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇന്ന് കാണുന്ന ദുഃഖങ്ങൾക്ക് 10,000 മടങ്ങ് ഇരട്ടി സന്തോഷത്താൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയും. അതാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രത്യാശ അതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ.